അയ്യോ എന്നെ കൊല്ലുന്നേ, അയ്യോ ഓടിവായോ, എന്നെ കൊല്ലുന്നേ, ഓടിവായോ. കത്തിവാസ പറഞ്ഞാടാ. നിന്റെ കാശാ പോയെങ്കിലേ നീ സമ്മതിക്കണോ ജോസേ? ഞാനാണെ അവന്റെ കുത്തിന് പിടിച്ച് മേടിക്കും. ഞാനും അതേ പറയുന്നുള്ളൂ. നിങ്ങൾ പോയി അങ്ങനെ കുത്തിന് പിടിച്ച് മേടിക്കും. ഓട്ട തങ്കച്ച, അവൻ തരും. ഇപ്പൊ അവന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ. അവന് വാഴ കൃഷിയല്ലേ, ഇവന് വിത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാഴ നല്ലതാ. കണ്ടപ്പം വിത്ത് തരാവോന്ന് ചോദിച്ചു. എത്ര വിത്ത് വേണമെന്നാവൻ ചോദിച്ചത്. അവൻ എന്നോട് കാശ് മേടിക്കല. തൊമ്മിക്കുഞ്ഞു ചേട്ടനോട് എങ്ങനെയാ കാശ് മേടിക്കുന്നെന്നാ അവൻ ചോദിക്കുന്നു. എന്നാലേ ആ തൊമ്മിക്കുഞ്ഞേട്ടന് മേടിച്ചതാ എന്റെ കാശ്. എത്ര രൂപ തരാനുണ്ട് ചേട്ടാ? രൂപ 10,000 വാഴ പോയി മേടിച്ചത്. പലിശയില്ല, മുതലുമില്ല. മാസം 5-6 അത്രേ ഉള്ളോ? ഞാനോർത്തു പറച്ചില് കേട്ടപ്പം ലക്ഷങ്ങളുണ്ടെന്ന്. അയ്യോ, അവക്ക് കാര്യം നിസാരം. എന്നാ ഒരു 2,000 രൂപ ഇങ്ങിതാ. 2,000 എടുക്കാനുണ്ടെങ്കിലേ ഇങ്ങനെ ഈ കാലുമേലാതെ ഈ തിണ്ണ വെച്ചേക്കോ, വേഗം നല്ല വല്ല ആശുപത്രിയിലും കൊണ്ടുപോയാലായിരുന്നോ? നീ ഇങ്ങനെ ഇവകാലം മുടി ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. എടാ, ഇത് പിറവാക്കാനുള്ള ഒരു പരിപാടി നീ നോക്കുന്നില്ലേ? 2 ആഴ്ചയും കൂടെ റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പം ഡോക്ടർ പറഞ്ഞില്ലേലും എന്നും റെസ്റ്റ് ആണല്ലോ. വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ട. വാഴയോയുടെ കാശ് മേടിച്ചു. വാഴയോയ്ക്കേ പൈസ കൊടുക്കാൻ നേരത്ത് ഞങ്ങളോട് ചോദിച്ചായിരുന്നോ? ഈ ഇരിക്കുന്ന 2,000 ചോദിച്ചാൽ ഞാൻ കൊടുത്തത്. ഒന്നും പേടിക്കണ്ട, ഞങ്ങള് ഗ്യാരണ്ടി എന്നാ പറഞ്ഞു. ഇവരുടെ ഗ്യാരണ്ടി ഇത്രയുള്ളെന്ന് ചേട്ടൻ അറിയാൻ മേലായിരുന്നോ? അവക്ക് കിട്ടിയാലോട്ടല്ലോ മതിപ്പ് കണ്ടില്ലേ? കാലുമേട് നൊന്നിയാൻ നോക്കല്ല, അവരൊറ്റ തൊഴിക്കില്ല നീ. ഒരു കാല് കുത്തിയെങ്കിലും നടക്കാം. അതും കൂടെ എന്റെ 10,000 നിങ്ങൾ 10,000 എന്നും പറഞ്ഞു കരയാതെ വേറെ പോലെ പണി നോക്ക്. വേറെ പണി നോക്കണമെന്നോ? അവൻ എന്നെ വർത്തമാനോടെ ഞാൻ നീ പറയുന്ന? എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളൊരു ഉപകാരം ചെയ്യാവോ? ഈ ഫോട്ടോ മെമ്പർക്ക് കൊടുത്തേക്കാവോ? വാഴകൃഷിക്കുള്ള അപേക്ഷയില് ഞാൻ ഫോട്ടോ ഒട്ടിച്ചില്ലായിരുന്നു. നീ പൊക്കോടാ. നീ വാഴകുട്ടി മേടിക്കാൻ പോവാന്ന് എനിക്കറിയാം. അവനോട് ഞാൻ പറഞ്ഞേരെ, മാടമരത്തങ്കൻ അവനെ സ്കെച്ച് ചെയ്തിരിക്കാം. ജോസേ, ഞാൻ ഈ ചാക്ക് എടുക്കും കേട്ടോ. വാഴവിത്ത് മേടിക്കാനാ. 2 വാഴവിത്ത് കണ്ടപ്പോ അവൻ കൂട്ടുകാരെ മറന്നു. നിന്റെ വാഴവിത്ത് മുഴുവൻ നാക്കടഞ്ഞു പോവാ. തൊമ്മിക്കുഞ്ഞ് മറുകണ്ടം ചാടി. ഇനി എങ്ങനെയാ വാഴയോടെ കാശ് മേടിച്ചെടുക്കും? എന്റെ തങ്കച്ച എന്റെ കാല് മേടതായിപ്പോ, അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ ഞാൻ പിടിച്ചാനെ. കൊട്ടേഷൻ ഇനി അതേ മാർഗം. ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് കേട്ടോ. അല്ല പോലീസ് കേസും ആവും. അയാള് പൈസ ഉണ്ടാവും കൊണ്ടൊന്നും തരും. നീ അകത്ത് കയറിപ്പോ. ആണുങ്ങൾ സംസാരിക്കരുത്. നീ എന്നെ കാണാൻ വന്നിക്കുക. കുറച്ച് കഴിയുമ്പോഴേ ഓടിവായോ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുമ്പോഴേ ഓടി വരണോ? പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് അകത്തോട്ട് പോകും. ഞങ്ങളൊരു തീരുമാനത്തിലെത്ത. അല്ലേലും ഞാൻ പോവുക. കുറച്ച് കഴിയുമ്പോൾ സാക്ഷി പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല. ജോസേ, ആരെയാടാ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്? പറഞ്ഞ പോലെ ചെയ്യുന്നവനായിരിക്കും. ഒരുത്തനുണ്ട്, അവനാണെ പേടിപ്പിച്ച് കാശ് മേടിക്കാൻ ബിരുദനാ. കത്തിവാസു. അവൻ കൊള്ളാം കേട്ടോ. അന്ന് നമ്മൾ അവനെ തല്ലി ഓടിച്ചുകൊണ്ട് അവൻ ഇനി നമ്മൾ വിളിച്ചാ വരുവോ? കാശ് കിട്ടുമെന്ന് കണ്ടാവണല്ലോ, അവൻ എന്നെ വേണ ചെയ്യും. എന്നാ അവനെ തന്നെ വിളി. എനിക്ക് ആ കാശ് മേടിച്ചിട്ട് എനിക്ക് മനസ്സമാധാനം. ഉമ്മാര് കൊല്ലാൻ വിളിച്ചതാണോ വളർത്താൻ വിളിച്ചതാണോ? ഇന്നാളം കിട്ടിയ അടിയുടെ വേത് ചന്തിയ ഇതുവരെ പോയിട്ടില്ല. എന്നെ അടിയായിരുന്നു. കാശ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞാൻ നോക്കാം. നീ പിന്നെയും വന്നോ? കിട്ടിയത് പോരെ? എന്റെ പൊന്ന് ചേച്ചി, ഒന്നും ചെയ്യരുത്. ചേട്ടന്മാര് വിളിച്ചിട്ട് വന്നതാ. ചേട്ടന്മാര് വിളിച്ചെന്നോ? വേഷം കെട്ടിറക്കരുത്. പഴയ വടി ഇവിടെ ഇരിപ്പുണ്ട്, എടുക്കണോ? ചേച്ചി വടി എടുക്കരുത്. ചേട്ടനെ വിളിച്ച അറിയാമല്ലോ. നിങ്ങളാണോ ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇത് കത്തിവാസു അല്ലേ? നിനക്ക് എന്നെ അവിടെ കാര്യം? ചേട്ടൻ വിളിച്ചിട്ടല്ലേ? കത്തിവാസു. ജോസേ, ഇവൻ നമ്മളോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞ് വിളിച്ചത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓ, ക്ഷമയുടെ കാര്യമല്ലേ? ഞാൻ അതങ്ങ് വിട്ടു. വാസു, നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പൊക്കോ. ഇവന്മാര് ഉരുണ്ടുകളിയാണല്ലോ. നിക്കണോ പോണോ? നീ അകത്തോട്ട് പോക്കൂ. ഞങ്ങളൊന്ന് ഇറങ്ങിച്ചു, പുറത്തോട്ടൊന്ന് ഇറങ്ങിച്ചു വരട്ടെ. എല്ലാം കൂടി അങ്ങ് യോജിച്ചു പോകുന്നില്ലല്ലോ. കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. നീയൊക്കെ പൊക്കോ. ഞങ്ങൾ അവിടെ വരെ ഇത് പോയിച്ചില്ല. അത് കുറച്ചു. നിന്നോട് ഇങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞു? ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ. തങ്കച്ചാ, നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം. അവർക്ക് ഇപ്പം തന്നെ സംശയമുണ്ട്. ഒരുത്തനെ എന്നോട് 10,000 രൂപ മേടിച്ചു. അതവൻ തിരിച്ചു തരുന്നില്ല. അത് മേടിച്ചെടുക്കണം. 10,000 രൂപ മേടിക്കാണോ കത്തിവാസുവിനെ വിളിച്ചു വരുത്തത്? ഞാൻ ഓർത്തല്ലോ കൈവെട്ടാനോ കാലുവെട്ടാനോ ആയിരിക്കുമെന്ന്. കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് വെറുതെ ആയല്ലോ. വാസു, പേടിപ്പിച്ചാ മതി, ഉപദ്രവിച്ചേക്കരുത്. കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. എനിക്കും കാശ് കിട്ടണം. എന്ത് വരും? ഒരു 100 അങ്ങോട്ട് തരട്ടെ. എനിക്ക് മീശ ക്രോപ്പ് ചെയ്യാൻ 100 രൂപ വേണം. 1,000 രൂപ ഇയാളെ 100 കുരുവ. എന്നതാണെങ്കിലും നീട്ടുന്നല്ലേ, അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. ബാക്കി വർക്ക് കഴിഞ്ഞ് 900.
കാര്യം നടക്കണമെങ്കിൽ കാശ് മുടക്കണം. എൻ്റെ കാല് മേടുന്നായി പോയി, അല്ലെങ്കിൽ നിന്നെ ഒന്നും വിളിക്കാനായിരുന്നു. ശരി, ഉറപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാ ഓപ്പറേഷൻ? പിടിച്ചു കിട്ടി നിങ്ങളെ മൂന്നിലിട്ട് വരും. പിന്നെ കത്തിമല നിർത്തി കാശ് മേടിക്കും. ആളെവിടെ ഉണ്ടാവും? അവൻ ഞാൻ വാഴത്തോട്ടത്തിൽ കാണും. ആളിനെ തിരിച്ചറിഞ്ഞെങ്കിലേ ഫോട്ടോ വേണം, ഇല്ലെങ്കിൽ ആധാർ കാർഡ് വേണം. ഇപ്പം ഫോട്ടോയ്ക്ക് എന്നാ ചെയ്യും? അവനോട് ഇന്ന് ഫോട്ടോ മേടിക്കാൻ പറ്റുമോ? അതൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ അവന്റെ ഫോട്ടോ മേടിച്ചിട്ടല്ലേ കാശ് കൊടുത്ത്. ഞാൻ ആരാ മോൻ? ഇത് നിങ്ങൾ വലിയ കൂട്ടുകാരില്ലായിരുന്നോ? കൂട്ടുകാരൊക്കെ ആയിരുന്നു. കാശ് മേടിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറിയില്ലേ? ഇവനെ പൊക്കാനേ എനിക്ക് ചെറുവിരൽ മതി. അവന് നിങ്ങളുടെ ചെറുപരണ്ട നീളമേ ഉള്ളതെന്നൊന്നും വിചാരിക്കണ്ട, ഒരു വല്ലാത്ത കുരുപ്പാ. ആ കുരിപ്പിനെ ഉണ്ടല്ലോ ഞാൻ പൊക്കി നിങ്ങളുടെ കാഴ്ചോട്ടിട്ട് വരും. അത് മതി, വാക്കുകാരൻ ഞങ്ങൾ നടത്തിക്കോളാം. ജോയിയെ കണ്ടില്ലല്ലോ. വാഴത്തോട്ടത്തിൽ കണ്ടേക്കാന്നാണല്ലോ പറഞ്ഞത്. സൂപ്പർ വാഴകളാണ്. ഇത്തവണ ഓണത്തിന് ഞാൻ 10 കാശ് ഉണ്ടാക്കണം. ഇവിടെ ഇരിക്കാം, ജോയി വരട്ടെ. ഇവൻ തന്നെയാള്, പൊക്കിയേക്കാം. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. അയ്യോ, അയ്യോ, ഓടി വായോ, എന്നെ കൊല്ലുന്നേ. ഓടി വായോ. കത്തിവാശ പറഞ്ഞാടാ. അയ്യോ, എന്റെ വാസു, എന്നെ ഒന്നും ചെയ്യില്ലേ. ചാക്കി നിറക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു. കാശ് മേടിച്ചാ തിരിച്ചു കൊടുക്കല്ലടാ. ഞാൻ ആരോടും കാശ് മേടിച്ചിട്ടില്ല. എന്നെ അയച്ചുകൂടാ, എന്നെ അയച്ചുകൂടാ. കള്ളം പറയുന്നതാ. കത്തി ഞാൻ പള്ളക്ക് കയറ്റും. അയ്യോ, എല്ലാം ചെയ്തേ. ഞാൻ കാശ് തിരിച്ചു കൊടുത്തേക്കാവേ, തിരിച്ചു കൊടുത്തേക്കാവേ. അങ്ങനെ വഴിക്ക് വാടാ. നിന്റെ അനക്കം പോലും കേൾക്കരുത്. അവരുടെ അടുത്ത് കൊണ്ട് കെട്ടടിക്കുമ്പോഴേ നീ ഇനി വാ തുറക്കാവുള്ളൂ. ആണ്ടെ വാസു കൊണ്ടിരുന്നു. കാലക്കീടാ ബാസു, അടിപൊളി. ഇങ്ങനെ വേണം കൊട്ടേഷൻ. കൈ ഒന്നും എനിക്ക് വേണ്ട, കാശ് മതി. ചെറുവിരലുള്ള നീളം ഉള്ളെങ്കിലുണ്ടല്ലോ ഒടുക്കത്തെ കനമായിരുന്നു. അതിന് ചുമട്ടൂര് വേറെ തരണം. വേണ്ടൊരു തൊഴി കൊടുത്താലോ? വേണ്ട. ചാക്കരിക്ക് ഇമ്മനോട്ടൊന്ന് പെരുമാറാൻ എന്റെ കൈ അങ്ങോട്ട് തരിക. എവിടെ എന്നെ കൊണ്ടുവന്നത്? പരിചയമുള്ള ശബ്ദങ്ങളാണല്ലോ. നിന്റെ അവൻ കത്തി ഏറ്റവും ചെയ്യും. ഇടിക്കുകയോ ചവിട്ടുവോ നിങ്ങൾ എന്നെ വേണം ചെയ്തു, ഞാൻ കെട്ടഴിച്ചു തരാം. തോന്നിക്കുഞ്ഞാൻ നീയോ? രോഗികളെ, നിങ്ങളാണ് എനിക്ക് കൊട്ടേഷൻ കൊടുത്തത്. ആള് മാറിപ്പോയോ? അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ. ഞാൻ പറയാടോ കാണിച്ച ആളെ പിടിക്കാൻ പറ്റും. ഇതാണ് മാറ്റി കൊണ്ടുവരുന്നത്. ഇത് ഇയാളുടെ ഫോട്ടോ അല്ല നിങ്ങൾ വാങ്ങുന്നത്. ഇത് നിങ്ങൾ ഫോട്ടോ കൊടുത്തു വിട്ടത്. എന്റെ അമ്മേ, ഫോട്ടോ മാറിപ്പോയല്ലോ. ഇതാ വാഴ ചോയി. ഇയാളെ പിടിക്കാനാ തന്നെ പറഞ്ഞു വിട്ടത്. എന്നാ പിന്നെ തനിക്ക് പറയാൻ പറ്റില്ലോ ആള് മാറിപ്പോയെന്ന്. ഒറ്റ ഒരുത്തിനെ ഞാൻ വിടില്ല, ഒറ്റ ഒരുത്തിനെ വിടില്ല. ഓടിക്കടാ, കലി കേറിയാണ്ടല്ലോ അവന് പ്രാന്ത. ജോസേ, പോയി അവന്മാരെ പിടിക്കുക. ഞാൻ കാലുമേല, ഞാൻ ഓടുക, ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം. അവന്മാരെ പോയി പിടിക്കുക. ഇവിടെ നിന്നോണം. അവന്മാർക്ക് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് നിനക്കുള്ളത് തരാം. തൊമ്മിക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് വരയ്ക്കകത്ത് കയറാൻ പറ്റിയാ മതിയായിരുന്നു.